എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇന്ന് ചിക്കൻ കറിയാണ്, ഉച്ചയൂണിലാണ്. അപ്പോൾ അതുപോലെ ചിക്കൻ വറക്കുന്നുണ്ട്. ഇന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചിക്കൻ വറക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് പ്രധാനമായിട്ട് ഇപ്പോൾ അതാണുള്ളത് ഇന്ന്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചിക്കൻ കറി അത് തന്നെ വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് എന്നിട്ട് വേണം വറക്കാനുള്ളത്. അപ്പോൾ അത് പിന്നെ കറീൻ്റെ ആ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ അതാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് പിന്നെ അതായത് വറക്കാനും കൂടിയിട്ടാണ്, അല്ലെങ്കിൽ പിന്നെ 1/2 കിലോ മതി. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഞാൻ ചേരുവകളൊക്കെ ആദ്യം നന്നാക്കാം. അപ്പോൾ ഇതാ ഉള്ളി, കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതാ ചിക്കൻ ഇവിടെ ഉണ്ട്. ഇത് കറി വയ്ക്കാനുള്ളത്, ഇത് വറക്കാനുള്ളത്. അപ്പോൾ ഉള്ളി ഒക്കെ തോലോ കളഞ്ഞ് കഴുകിയതാണ്. അപ്പോൾ അതാദ്യം നുറുക്കാം, ചെറുതാക്കി ഇങ്ങനെ നുറുക്കാം ഉള്ളി. പിന്നെ ഇപ്പോൾ നമുക്ക് തക്കാളിയാണ്. പിന്നെ പച്ചമുളക്. പിന്നെ ഏതായാലും ചിക്കൻ കറി അതുപോലെ ചിക്കൻ ഒന്ന് വറുത്തത് ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നിപ്പോൾ കാര്യമായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ നുറുക്കി വെച്ചു. പിന്നെ ഇതാ പാത്രത്തിൽ വെളിച്ചെണ്ണ പാർന്ന് ചൂടായ ശേഷം നമ്മൾ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞത് അതൊന്ന് നന്നാക്കി വഴറ്റിയെടുക്കാം. പിന്നെ അതിൽ തക്കാളി അത് ചേർക്കാം. അതൊന്ന് നന്നാക്കി ഇനി വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി കുറച്ചധികം ചേർക്കുന്നുണ്ട്. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി ആ ചിക്കൻ കഷ്ണങ്ങൾ അത് കഴുകി വെച്ചത് അത് അതിലേക്ക് ചേർക്കാം. പിന്നെ ഇതാ കിഴങ്ങ്, ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിൽ നമ്മൾ ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്തിട്ടുണ്ട്. ഇതാ ഉപ്പ് ചേർക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നു, പിന്നെ അടച്ചു വെച്ചതാണ്. അപ്പോൾ ഇതാ ഇനി കറിവേപ്പില ഇടാം. അപ്പോൾ അതിൽ നിന്നുള്ള ആ ഒരു വെള്ളം ഇറങ്ങി വന്നു. പിന്നെ മല്ലിച്ചപ്പ്, പുതിന അതൊക്കെ ചേർക്കാം. വളരെ എളുപ്പത്തിൽ നല്ല സ്വാദുള്ള ചിക്കൻ കറി. ഇതിപ്പോൾ ശരിക്കും ഒന്ന് വറ്റിച്ച പോലെ തന്നെയാണ്. അപ്പോൾ ഇതാ അതിവിടെ റെഡിയായി. പിന്നെ ഇപ്പോൾ ഇതാ നമ്മൾക്ക് വറക്കാനുള്ള കുറച്ച് കഷ്ണങ്ങൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും അത് ചേർത്തിട്ട് അത് നന്നാക്കി ഒന്ന് തിരുമ്പി വെക്കണം. അത് കുറച്ച് കഴിഞ്ഞിട്ടേ വറക്കുള്ളൂ. അപ്പോൾ അതിവിടെ ഇരിക്കട്ടെ. പിന്നെ ഇതാ ചട്ടിയിൽ വെളിച്ചെണ്ണ പാർന്നിട്ട് നമ്മൾ നല്ലപോലെ ആ മസാലയ്ക്ക് ഒന്ന് പിടിച്ച് പിന്നെ ഇതെല്ലാം വറക്കാം. ചെറിയ കഷ്ണങ്ങൾ അങ്ങനെ രസം ഞങ്ങൾക്ക് ഇഷ്ടമേ. അപ്പോൾ നന്നാക്കി വേവിച്ചെടുക്കാം. ഇത് നല്ല രസമാണ് ചിക്കൻ വറുത്തത്. കറി വറക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും ഇത് ഇവിടെ ഇരിക്കട്ടെ എടുക്കുന്നത്. പിന്നെ കറി ആവുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഇരുന്ന് ആ മസാലയ്ക്ക് ഒന്ന് ഇറങ്ങി ഒന്ന് പിടിച്ച് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഊണഴിക്കലേ ഉള്ളൂ. 12 മണി ആവട്ടെ. ഊണ് കഴിക്കായി. അപ്പോൾ അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. പിന്നെ ഇതാ ചിക്കൻ കറി ഇപ്പോൾ നല്ലോണം വറ്റിയിട്ടുണ്ട്. പിന്നെ ഇതാ അമ്മയ്ക്ക് പിന്നെ വറുത്തത് അധികം വേണ്ട. അപ്പോൾ 2 കഷ്ണം ചെറുത്, പിന്നെ പപ്പടം കാച്ചിയത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ഉച്ചയൂണിനുള്ള വിഭവങ്ങൾ.
പുതിന ചമ്മന്തി ഉണ്ട്, അത് ആദ്യം വിളമ്പാൻ മറന്നതാണ്. അപ്പോൾ ഇപ്പോൾ വിളമ്പിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.